സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക. ഗദ്ദിക കലാകാരനാണ് പി കെ കാളൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം കൽപ്പന 1 ആണ്. കൽപ്പന 1. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധൻരാജ് പിള്ള ഹോക്കിയാണ്. ഹോക്കി. ഹോക്കി മാന്ത്രികർ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഏതു വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ദ്രുതവാട്ടം ബാധിക്കുന്നത് ഏത് വിളയെയാണ്? ദ്രുതവാട്ടം. കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? രോഗത്തിന്റെ പേര് മീനമാത രോഗം. ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? മെർക്കുറിയാണ്. മെർക്കുറി. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത്? പുസ്തകത്തിന്റെ പേര് ഇന്ത്യ ടുഡേ. രചിച്ചത് ആരാണ്? ആർ പി ദത്ത് ആണ്. ആർ പി ദത്ത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയത് ഫെഡറൽ ബാങ്ക് ആണ്. ഫെഡറൽ ബാങ്ക്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര 1937 1937. ഗാന്ധിജി 5 പ്രാവശ്യമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. അതിൽ അവസാനമായിട്ട് എത്തിയ വർഷം 1937 ആണ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് ഏതാണ്? കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂരാണ്. കണ്ണൂർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? ഏറ്റവും നീളം കൂടിയത് സാർട്ടോറിയസ് ആണ്. സാർട്ടോറിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശിയാണ് സാർട്ടോറിയസ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. വിൻസ്റ്റൺ ചർച്ചിൽ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ്. ഗ്രാമസഭ. കേരളത്തിൽ ചീന കളിമണ്ണ് സുലഭമായിട്ട് കാണപ്പെടുന്ന സ്ഥലം? കേരളത്തിൽ ചീന കളിമണ്ണ് സുലഭമായിട്ട് കാണപ്പെടുന്നത് കുണ്ടറയിലാണ്. കുണ്ടറ. ബുള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുള്ളി ഹോക്കിയാണ്. ബുള്ളി എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോക്കി. ഒറിയ ഭാഷ ഏതു ഭാഷാ ഗോത്രത്തിൽ പെടുന്നു? ഒറിയ ഭാഷ ഇൻഡോ ആര്യനാണ്. ഒറിയ ഭാഷ ഇൻഡോ ആര്യൻ ഭാഷാ ഗോത്രത്തിൽ പെടുന്നു. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? സൂര്യന്റെ താപനില അളക്കുന്നത് പൈറോഹീലിയോമീറ്റർ ആണ്. പൈറോഹീലിയോമീറ്റർ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണമാണ് പൈറോഹീലിയോമീറ്റർ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പയ്യോളി എക്സ്പ്രസ് പി ടി ഉഷയാണ്. പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത്. മദ്യം തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മദ്യം തലച്ചോറിന്റെ സെറിബെല്ലത്തെയാണ് മദ്യം ബാധിക്കുന്നത്. സെറിബെല്ലം. ഹിമാലയത്തിന്റെ നട്ടെൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഹിമാലയത്തിന്റെ നട്ടെൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാദ്രി. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മലബാർ കലാപം.
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ? ഭാർഗവി നിലയം. ഭാർഗവി നിലയം. ബാൾക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്? ബാൾക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം റുഗോവയാണ്. ഇബ്രാഹിം റുഗോവയാണ് ബാൾക്കൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഇബ്രാഹിം റുഗോവ. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥ. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. പേര് ഡെക്സ്ട്രോകാർഡിയ. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് ആരാണ്? എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് കേണൽ ആൻഡ്രൂ വാഗാണ്. കേണൽ ആൻഡ്രൂ വാഗാണ് എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത്. കേണൽ ആൻഡ്രൂ വാഗ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട്. ശ്രീനാരായണ സേവികാ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ശ്രീനാരായണ സേവികാ സമാജം സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. പുന്നപ്ര വയലാർ സമരം അടിസ്ഥാനമാക്കി പി കേശവദേവ് രചിച്ച നോവൽ? നോവലിന്റെ പേര് ഉലക്ക. ഉലക്ക എന്ന നോവൽ രചിച്ചത് ആരാണ്? പി കേശവദാസാണ്. പി കേശവദേവ് ആണ്. പി കേശവദേവ്. ഏത് സമരത്തെ അടിസ്ഥാനമാക്കിയാണ്? പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കിയാണ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം? പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ്. പ്രകാശത്തിന്റെ കണങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രകാശത്തിന്റെ കണങ്ങൾ അറിയപ്പെടുന്നത് ഫോട്ടോൺ. പ്രകാശവർഷം എന്നത് ഏതിന്റെ ഏകകമാണ്? പ്രകാശവർഷം. ദൂരത്തിന്റെ ഏകകമാണ് പ്രകാശവർഷം. സില്ലി പോയിന്റ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സില്ലി പോയിന്റ് എന്നത് ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിക്കറ്റ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? രക്തത്തില് ഹീമോഗ്ലോബിൻ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. അസ്ഥിമജ്ജ. ബംഗാൾ ഗസറ്റിന്റെ മറ്റു രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? ബംഗാൾ ഗസറ്റിന്റെ മറ്റു രണ്ട് പേരുകളാണ് ഹിക്കീസ് ഗസറ്റ്, കൽക്കട്ട ജനറൽ ഗസറ്റ് അഡ്വർടൈസർ എന്നത് ബംഗാൾ ഗസറ്റിന്റെ മറ്റു രണ്ട് പേരുകളാണ്. ഹിക്കീസ് ഗസറ്റ് എന്നറിയപ്പെട്ടത് ബംഗാൾ ഗസറ്റ് ആണ്. അതുപോലെ കൽക്കട്ട ജനറൽ ഗസറ്റ് അഡ്വർടൈസർ എന്നറിയപ്പെട്ടതും ബംഗാൾ ഗസറ്റ് ആണ്. ഭാരതരത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഭാരതരത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. മണിപ്പൂർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്? ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം. ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഇന്ത്യയുടെ ധാന്യ കലവറ പഞ്ചാബാണ്. പഞ്ചാബ്. സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം? സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്നത് 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് ആണ് സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ്? ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു നദിയാണ്. സിന്ധു നദി. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് JC ബോസ്. JC ബോസ് ആണ് സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയത്. അരയ സമാജം സ്ഥാപിച്ചത്? അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്.
ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ. ഒരു ഖരവസ്തുവിനെ ചൂടാക്കുന്നു, അത് നേരിട്ട് എന്തായിട്ട് മാറുന്നു? വാതകാവസ്ഥയിലേക്ക് മാറുന്നു. എന്താണ് പ്രക്രിയ? ഉത്പതനമാണ്. ഉത്പതനം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ട് തകഴി രചിച്ച കഥയാണ് തലയോട്. കഥയുടെ പേര് തലയോട്. രചിച്ചത് തകഴി. സംഭവം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളം. ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ റഷ്യയുടെ സഹകരണത്തോടെയാണ്. റഷ്യ. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. തലാമസ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്ന ലോഹം. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ട. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. ഭൂമിയുടെ ഇരട്ട ശുക്രനാണ്. ശുക്രൻ. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. SBI. ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. സ്ലിം ഡിസീസ് എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരം 1809 ജനുവരി 11-നാണ്. 1809 ജനുവരി 11. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ആണ്. സിങ്ക്. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില. പെട്രോളിയം. അവസാദ ശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. അവസാദ ശില. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് 1951-ലാണ്. 1951. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്. തുരുമ്പിച്ച ഗ്രഹം ചൊവ്വ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ. വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. രക്തത്തിൽ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. പ്ലാസ്മ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല. എടക്കൽ ഗുഹ അമ്പുകുത്തി മലയിലാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ല്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്.
പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദേശം. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദേശം ചെമ്പഴന്തി. ബാരീസ് എന്നറിയപ്പെടുന്ന നദി. ബാരീസ് എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. പമ്പ നദിയാണ് ബാരീസ് എന്നറിയപ്പെടുന്ന നദി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട്. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകുന്നത്? പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകുന്നത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ്. പ്രസിഡന്റ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയമാണ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡാണ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി. നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം എന്നറിയപ്പെട്ടിരുന്നത് ഏത് വന്യജീവി സങ്കേതമാണ്? തേക്കടി വന്യജീവി സങ്കേതമാണ്. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥമാണ് സൊളാനിൻ. രാസപദാർത്ഥത്തിന്റെ പേര് സൊളാനിൻ. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. അപവർത്തനം. ഇന്ത്യയിൽ റെയിൽവേയുടെ ദേശസാൽക്കരണം നടന്ന വർഷം. ഇന്ത്യയിൽ റെയിൽവേയുടെ ദേശസാൽക്കരണം നടന്നത് 1951 1951. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ഏത് മണ്ണിന്റെ 2 വകഭേദങ്ങളാണ് ഗാദർ, ബങ്കർ എന്നിവ? ഏത് മണ്ണിന്റെ 2 വകഭേദങ്ങളാണ് ഗാദർ, ബങ്കർ എന്നിവ? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത്. പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ. മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ. മക്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ കേരളീയനാണ് വർഗീസ് കുര്യൻ. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. പെർട്ടുസീസ് എന്നറിയപ്പെടുന്ന രോഗം. പെർട്ടുസീസ് വില്ലൻ ചുമയാണ്. വില്ലൻ ചുമയാണ് പെർട്ടുസീസ് എന്ന് അറിയപ്പെടുന്നത്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.